ൗലിയാക്കളിൽപ്പെട്ട വലിയ ആലിമായ മഹാനായ തങ്ങളവറുകൾ ആളുകളുടെ മുന്നിൽ വഷളായി നാട് വിട്ടു പോകേണ്ടി വന്നു. മഹാന്റെ വീട് ആളുകൾ കത്തിച്ചു കളഞ്ഞു. ജനങ്ങൾ ആട്ടി ഓടിക്കുന്ന വിധത്തിലേക്ക് മഹാൻ അല്ലാഹു ആക്കി പോയത് ഒരിക്കലും ഉമ്മാന്റെ പൊരുത്തക്കേട് സംഭവിച്ചത് കൊണ്ടാണ്. ചരിത്രത്തിലുള്ള കാര്യമാണത്. ജുറൈജ് റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനാ, വലിയ മഹാനാണ്. മഹാനകത്ത് തെറ്റൊന്നും ചെയ്യൂല. പക്ഷെ ഉമ്മാന്റെ പൊരുത്തക്കേട് ഒരിക്കൽ പറ്റിപ്പോയി. ആ പൊരുത്തക്കേടിന്റെ ഫലമായി ആളുകൾക്കിടയിൽ വഷളാവുകയും നാട് വിട്ടു പോകേണ്ടുന്ന ആളുകൾ ആട്ടി ഓടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയും അവസാനമാണ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ജനങ്ങൾക്ക് സത്യം മനസ്സിലായത്. ജുറൈജ് തങ്ങൾ നിരപരാധിയാണ്, ജുറൈജ് റളിയല്ലാഹു അൻഹു സത്യവാനാണ്, നിരപരാധിയാണ്. പക്ഷേ അതിനിടക്ക് ജനങ്ങൾക്കിടയിൽ വലിയ രൂപത്തിൽ വഷളായി പോയി. അത് അല്ലാഹു നൽകുന്ന ഒരു ശിക്ഷയാണ്. അപ്പൊ ഉമ്മാന്റെയും വാപ്പാന്റെയും മുന്നിൽ മോന് വലിയ തങ്ങളാണ്, ആലിമാണ്, മൂല്യാരാണ്, അതിലും വലിയ ആളാണ്, ഉദ്യോഗസ്ഥനാണ്, പണക്കാരനാണ്, വലിയ വലിയ ആളാണ്, ഇതൊന്നുമില്ല. പാപ്പയാണ്, ഉമ്മയാണ് അവരാ പരിഗണന കൊടുക്കാതെ നമ്മൾ എത്ര വലിയ മഹാനായിട്ടും കാര്യമില്ല. ഞങ്ങളുടെ മുമ്പിൽ വാഴ്ന്നു പറയുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് സ്റ്റേജിൽ ഞാനും മംനൂൻ ഉസ്താദൊക്കെ വാഴ്ന്നു പറയുന്നുള്ള തോഫീക്കോടുകൂടി ഞങ്ങൾ അല്ലാഹുവിന്റെ കണ്ണിന്റെ മുമ്പിൽ മഹാരഥന്മാർ അല്ലെങ്കിൽ നല്ല മനുഷ്യന്മാരായിട്ട് മാറണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാറ്റഗറി മാനോടും വാപ്പാനോടും ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്. അവരെ മുമ്പിൽ ഞങ്ങൾ മോശക്കാരനാണ്. ഉമ്മാന്റെയും വാപ്പാന്റെ ഖൽബിൽ ഞങ്ങൾക്ക് സ്ഥാനമില്ലെങ്കിൽ അല്ലാഹുവിന്റെ പരലോകത്ത് ഞങ്ങൾക്ക് രക്ഷയില്ല. ദുനിയാവിൽ തന്നെ തകിടം മറിഞ്ഞു പോകുന്ന അവസ്ഥയാകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇതാണ് പാപമോചനത്തിൽ നിന്ന് നമ്മളെ വഴിമാറ്റുന്ന ഒന്നാമത്തെ പാപം. അതിൽ നിന്ന് പരമാവധി നമ്മൾ ഉടനെ തന്നെ കരകയറാൻ ശ്രമിക്കണം. വിദ്യാർത്ഥികൾ ഒരുപാട് ഇവിടെയുണ്ട്. വളരെ സീരിയസ് ആയിട്ട് മക്കളോട് പറയാണ്, പാപ്പയമ്മയാണ് ഒന്നാം സ്ഥാനം. അത് കഴിഞ്ഞിട്ട് അടുത്ത തലമുറയിലേക്ക്, അടുത്ത സിറ്റുവേഷനിലേക്ക്, അടുത്ത ആളുകളിലേക്ക്, അടുത്ത പ്രോഗ്രാമിലേക്ക്, അടുത്ത പ്രിഫറൻസിലേക്ക് നമ്മുടെ മനസ്സ് മാറാൻ പാടുള്ളൂ. മാറി വാപ്പാനെ ധിക്കരിച്ചിട്ടുള്ള ഒരു പണിക്കും നിൽക്കണ്ട, അതൊന്നും റിസൾട്ടിലെത്തൂല. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ഒരു പെൺകുട്ടിയെ ഭർത്താവ് കൊന്നു. താമരശ്ശേരി പുതുപ്പാടി പരിസരത്താണ് കൊലപാതകം നടന്നത്. അടിവാരം എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ മെയ് മാസം ഞാൻ വാലിന് പോയി. അടിവാരം എന്നാണ് സ്ഥലത്തിന് പേര്. അടിവാരം ഞാൻ നേരെ ചുരത്തിലേക്കാണ് നമ്മൾ പോവാം. കൽപ്പറ്റ വയനാട് ചുരം. അപ്പൊ ചുരം കയറുന്നതിന് തൊട്ട് താഴെയുള്ള സ്ഥലമാണ് ഈ അടിവാരം. അങ്ങനെയാണ് അടിവാരം എന്ന പേരെന്നെ വരാൻ കാരണം. അപ്പൊ അവിടെ ഒരു ക്യാമ്പസിൽ അവിടുത്തെ ഒരു മഹലിൽ ഞാൻ വാലിന് പോയ സമയത്ത് വാല് കഴിഞ്ഞ് ഞാൻ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ചു. അവസാനം സംഘാടകരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഉസ്താദേ, എന്റെ കാരണം എന്റെ വീടിന്റെ തൊട്ട് അയൽവാസിയാണ് കൊലപാതകം നടന്ന വീട്. അപ്പൊ എനിക്കൊന്ന് താല്പര്യമായി, ഇതെന്താണ് അതിന്റെ പുറകിൽ സംഭവിച്ചത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നേരിട്ടറിയുന്ന കേസാണ്. ഈ പെൺകുട്ടി ഒരു ലഹരി അഡിക്റ്റായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായി. അപ്പായും ഉമ്മായും പറഞ്ഞു, മോളെ വേണ്ട മോളെ, നിന്റെ ദുനിയാവും പരലോകവും നഷ്ടപ്പെടുന്ന കേസാണത്, വേണ്ട എന്ന് പറഞ്ഞു. മാതാപിതാക്കൾ പറയല്ലോ, ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ ഒരുത്തനുമായിട്ട് സ്വന്തം മോളെ കെട്ടിച്ചു കൊടുക്കാൻ ലോകത്തൊരു വാപ്പാക്കും ഇഷ്ടമുണ്ടാവില്ല. സ്വാഭാവികം. വാപ്പയും എതിർത്തു. ഒരു നിലക്കും ഞങ്ങൾ ഇതിന് നിൽക്കൂല. ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? കണ്ണുടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ച് നടക്കുന്ന ഒരു പണിയും കൂലിയും ഇല്ലാത്ത ഒരുത്തന് സ്വന്തം മോളെ ലോകത്താരും കെട്ടിച്ചു കൊടുക്കൂല. വാപ്പയും പറഞ്ഞു, ഞങ്ങൾ അതിന് നിന്ന് തരൂല, ഒരു നിലക്കും ഞങ്ങൾ കെട്ടിച്ചു തരൂല മോളെ എന്ന് പറഞ്ഞപ്പോൾ അവൾ അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. വേറെ ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലായപ്പോ ഇവളെന്ത് ചെയ്തു? ഡ്രഗ് അഡിക്റ്റ് ആയ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് നടക്കാൻ പോകുന്നത് മുഴുവനും വ്യഭിചാരാണ്. കല്യാണം നിക്കാഹ് നടന്നില്ലല്ലോ. ആളുകളെല്ലാം പറഞ്ഞു കൊടുത്തു. ഒളിച്ചോടിപ്പോയതാണ്. വ്യഭിചാരം ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിക്കാഹ് ചെയ്തു കൊടുത്തോ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വാപ്പ നിക്കാഹ് ചെയ്തു കൊടുത്തു. കുറഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു കുട്ടി ഉണ്ടായി, ഒരു കുഞ്ഞും വന്നു. എന്താ സംഭവിച്ചത്? ഈ ഭർത്താവ് ഈ ഭാര്യനെ വെട്ടിക്കൊന്നു. കഴിഞ്ഞ വർഷം കേരളത്തെ പിടിച്ചുകുലുക്കിയ, ഒരുപാട് ജനങ്ങളെ സങ്കടത്തിലാക്കിയ ഒരു ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ കൈ പൊങ്ങാത്ത മക്കളാണ്
ഏറ്റവും നന്ദിയില്ലാത്ത മക്കളെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ കൈ പൊങ്ങാത്ത മക്കൾ, അവരുടെ കൈകൾ അല്ലാഹുവിലേക്ക് വാപ്പാക്കും ഉമ്മാന്റെ കാര്യത്തിൽ ഒരിക്കലും പൊങ്ങൂല. ദുനിയാവിന്റെ കാര്യം അവർ അല്ലാഹുവിനോട് ദ്വാരക്കും, അവർക്കൊരു വിഷമം വന്നാൽ ദ്വാരക്കും, രോഗം വന്നാൽ ദ്വാരക്കും, പൈസക്ക് വേണ്ടി ദ്വാരക്കും, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ദുആ ചെയ്യും. പക്ഷേ മാതാവിന് പിതാവിന് വേണ്ടി ദുആ ചെയ്യാത്ത മക്കളാണ് മക്കളിലെ ഏറ്റവും നന്ദിയില്ലാത്ത മക്കളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ വചനം തന്നെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവിനോട് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, അവരെ സംബന്ധിച്ച് അല്ലാഹു എത്ര പുകഴ്ത്തിയിട്ടാണ്, എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാണ്, അനിഷ്കുർലി, നിങ്ങൾ മാതാവിന് പിതാവിനോട് നന്ദി കാണിക്കുന്നില്ലയോ? അല്ലാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കുന്ന, റബ്ബിനോട് നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാവിനോട് പിതാവിനോട് നന്ദി കാണിക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, വാപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുക്കുന്ന ഏറ്റവും ഒന്നാമത്തെ നന്ദി എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കലാണ്. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കണം. ഇന്ന് അവസാനം നമ്മൾ കാര്യമായിട്ട് അതൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ് ദ്വാരക്കണത്. അള്ളാഹു നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ സ്വർഗം നന്നാക്കി കൊടുക്കട്ടെ. ഇവിടെ വാപ്പയും ഉമ്മയും മരിച്ചു പോയതൊന്ന് കൈപോക്കി. വാപ്പായും ഉമ്മായും, ഒന്നൊക്കെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ, രണ്ടിലൊരാൾ കൂടെ ഇല്ലാത്തവരാണ് കൂടുതലാണ്. വാപ്പയും ഉമ്മയും രണ്ടിലൊരാൾ കൂടെ വീട്ടിൽ ചെന്ന് ഉമ്മ വാപ്പ എന്ന് വിളിക്കാൻ ഒരാളില്ലാത്തവരാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും. വാപ്പയും ഉമ്മയും എല്ലാവരും ഒന്ന് കണ്ണടച്ച് ദുആയിലേക്ക് അടുക്കാൻ. എല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് ഉമ്മാനെയും വാപ്പാനെയും ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് സ്നേഹവും സമാധാനവും സന്തോഷവും തന്ന ആ ഉമ്മയുടെ ആ പൂമുഖം അല്ലെങ്കിൽ ഉപ്പാന്റെ പൂമുഖം ഒന്ന് ആലോചിച്ച് നോക്ക്. പഴയ കാലത്തൊന്നും നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകൂല. വളരെ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവര് കഴിക്കാതെ നമുക്ക് നന്ദി തന്ന നമ്മുടെ വാപ്പാന്റെയും ഉമ്മാന്റെയും ആ പൂമുഖൊന്ന് മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്ക്. എത്ര സ്നേഹത്തോടെയാണ് അവർ നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ കല്യാണത്തിന് വേണ്ടി, നമ്മുടെ വിവാഹം ചെയ്തു വിടാൻ വേണ്ടി, അതല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി, നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, നമുക്ക് അന്നം തരാൻ വേണ്ടി അവർ ചെയ്ത ത്യാഗത്തിന്റെ, കഷ്ടപ്പാടിന്റെ, പരിത്യാഗത്തിന്റെ പാഥേയങ്ങൾ എത്രമേൽ ദുർഘടമായിരുന്നു എന്നൊന്ന് മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കും. അവർ അവസാനമായി നമ്മളെ വിട്ടു പിരിയുന്ന സമയം നമുക്ക് ദുനിയാവിലെ എല്ലാ സൗഹൃദങ്ങളും സൗഭാഗ്യങ്ങളും വന്നു. പക്ഷെ ഇതൊന്നും അനുഭവിക്കാനോ കാണാനോ കേൾക്കാനോ പറ്റാതെ അവര് നമ്മളെ വിട്ടുപിരിഞ്ഞ അവസാന സന്ദർഭം ആലോചിച്ചു. വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉമ്മ എന്ന് വിളിക്കാൻ, വാപ്പ എന്ന് വിളിക്കാൻ ഒരാളില്ലാതായി പോയപ്പോ നമ്മൾ അനുഭവിച്ച ആ തീഷ്ണമായ വേദന ഒന്ന് ആലോചിച്ചു. ഉമ്മയും വാപ്പയുള്ള സമയത്ത് ഒരു അത്താണിയും അഭയവുമായി എന്ത് വേദന ഉണ്ടെങ്കിലും ഉമ്മ ഉപ്പ എന്ന് വിളിച്ച് ഓടിച്ചെല്ലാൻ അവര് കൂടെയുള്ളപ്പോ നമുക്ക് അവരുടെ വാല്യൂ, വില ഒന്നും മനസ്സിലായിട്ടില്ല. ഇന്ന് അവരിൽ പലരും കബറിലെത്തിയ സമയത്താണ് ഉമ്മാനെയും വാപ്പാനെയും പറ്റി നമുക്കൊക്കെയും ബോധമുണ്ടായത്. നമുക്ക് വേണ്ടി നമ്മളൊന്ന് പനിച്ചപ്പോ, ഒന്ന് വേദനിച്ചപ്പോ, ഒന്ന് അസുഖം വന്നപ്പോ നമുക്ക് വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിന്ന നമ്മുടെ വാപ്പയും ഉമ്മയും എത്ര പേരാണ് ഖബറിലുള്ളത്. കണ്ണുള്ളോ കുന്നും കണ്ണി കാഴ്ചകളറിയൂല, കരളിമ്പ പെറ്റുമ്മാനെ മറക്കാനൊക്കൂല. കണ്ണുള്ളോ കുന്നും കണ്ണി കാഴ്ചകളറിയൂല, കരളിമ്പ പെറ്റുമ്മാനെ മറക്കാനൊക്കൂല. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കടലാണ് സ്നേഹക്കാവാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഒതിമതിയ മുത്തു മുഹമ്മദിൻ പൂമൊഴിയുള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഒന്നു മറക്കാമോ? ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? വേദനിച്ച നേരത്തെ നമ്മുടെ മാതാവ്, സങ്കടപ്പെട്ട നേരത്തെ നമ്മുടെ മാതാവ്, കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് പ്രസവിച്ച് നമ്മളെ പൊന്നുപോലെ വളർത്തി, നമ്മളെ വളരെ നല്ല പോലെ
അവര് പട്ടിണി കിടന്നാലും നമ്മൾക്ക് അന്നം തന്നു, നമ്മളെ നടത്തിക്കാൻ, നമ്മളെ ജീവിപ്പിക്കാൻ, നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ അവരുടെ ശരീരത്തിലേക്ക് മൂത്രമൊഴിച്ചതോ ഛർദിച്ചതോ ഒന്നും വകവെക്കാതെ പൊന്നുപോലെ പൊറ്റി വളർത്തി വലുതാക്കി നമുക്ക് വേണ്ടി സ്വപ്നം കണ്ട് ജീവിച്ച മാതാവ്, നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത പിതാവ് അവസാനം ഒരു ദിവസം ഈ ഭൂമി വിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചം വിട്ട് റബ്ബിന്റെ കോടതിയിലേക്ക് 6 അടി മണ്ണിലേക്ക് വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി കിടത്തേണ്ടി വന്നു. ആ ഉമ്മാടെ വാപ്പാടെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് അവസാന സന്ദർഭം നമ്മൾക്ക് ഒരിക്കലും മറന്നു പോകാൻ, ഒരിക്കലും ഖൽബിൽ നിന്ന് മാഞ്ഞു പോകാൻ, ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറന്നു പോകാൻ കഴിയുമോ? എത്രയോ മനുഷ്യരുടെ മാതാപിതാക്കളാണ് മണ്ണിൽ, എത്രയോ ആളുകളുടേത് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് മരിച്ചതിന് ശേഷം പിന്നെ കരഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെയുള്ള കുട്ടികളോട് ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത്, ഹയാത്തിലുള്ളപ്പോ സ്നേഹം കൊടുത്തോ, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചോ. തിരൂരിന്റെ ഒരു വിദ്യാർത്ഥിനിയുണ്ട്, എന്റെ ഓൺലൈൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, നഫ്ല എന്നാണ് പേര്. ആ പെൺകുട്ടി 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടുമെന്ന പ്രതീക്ഷയുള്ള മോളായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോ ആ പെൺകുട്ടിയുടെ റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. ബാക്കി എല്ലാ കുട്ടികളുടെയും റിസൾട്ട് എനിക്ക് അയച്ചു തന്നു, ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ അല്ലാത്തവർ. പക്ഷേ നഫ്ല ഫാത്തിമ എന്ന മോളുടെ റിസൾട്ട് മാത്രം വന്നില്ല. ആ തിരക്കിൽ ഞാൻ അത് ഓർത്തതുമില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോ ആ പൊന്നുമോളെ ഞാൻ ഫോണിൽ വിളിച്ചു, മോളെ നിന്റെ റിസൾട്ട് എവിടെയാണ് അയക്കാതിരുന്നത്? ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദിന് ഞാൻ റിസൾട്ട് ഇപ്പൊ അയച്ചു തരാം എന്ന് പറഞ്ഞു ഫോൺ കട്ടാക്കി. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോ അവളുടെ SSLCയുടെ റിസൾട്ടിന്റെ കോപ്പി എനിക്ക് കിട്ടി. ഉസ്താദേ, ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ ഇതിൽ ഒരു വിഷയത്തിൽ ആബ്സെന്റ് ആണല്ലോ വന്നത്, 9 വിഷയങ്ങളിൽ എ പ്ലസ് ഉണ്ട്, ഒരു വിഷയത്തിൽ മാത്രം എ പ്ലസ് ഇല്ല, ആബ്സെന്റ് ആണ്, ഗണിതശാസ്ത്രം പരീക്ഷയ്ക്ക് പോയിട്ടില്ലയോ? ആ പൊന്നുമോള് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഉമ്മ മരിച്ചു കിടക്കുന്ന ദിവസം ഞാൻ എങ്ങനെയാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്? എന്റെ ഉമ്മ മരിച്ച ദിവസമാണത് ഉസ്താദേ. പരീക്ഷയുടെ തലേന്ന് തിങ്കളാഴ്ച ഗണിതശാസ്ത്രം പരീക്ഷ നടക്കുമ്പോ തലേത്ത ദിവസമാണ് ഞാനും എന്റെ ഉമ്മയും ഉപ്പയും കുഞ്ഞിപ്പെങ്ങളും സ്കൂട്ടി എടുത്ത് എന്റെ കുടുംബ വീട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ചടങ്ങ് നടക്കുകയാണ്. ആ വീട്ടിലേക്ക് ഞങ്ങൾ ഞായറാഴ്ച പോയി. പോകുന്ന പോക്കിൽ അപകടം സംഭവിച്ചു, എന്റെ മാതാവ് മരണപ്പെട്ടു, ഞാനും എന്റെ കുഞ്ഞിപ്പെങ്ങളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്റെ പിതാവ് വെന്റിലേറ്ററിലായി. അങ്ങനെ വാപ്പ വെന്റിലേറ്ററിലും, ഉമ്മ മരിച്ചു കിടക്കുന്ന ദിവസമാണ് പിറ്റേന്ന് തിങ്കളാഴ്ച. അന്നാണ് എന്റെ ഗണിതശാസ്ത്രം SSLC പരീക്ഷ. എന്റെ വാപ്പ വെന്റിലേറ്ററിലും ഉമ്മ മരിച്ചു മണ്ണോട് ചേരുന്ന സമയം ഞാൻ എങ്ങനെയാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്? അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വേദനയായി. നേരെ വാഹനമെടുത്ത് തിരൂരിലേക്ക് വിട്ടു. ആ പൊന്നുമോളുടെ വീട്ടിലേക്ക് ചെന്നു. ഉസ്താദേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. ഒരു കുഞ്ഞു മോളുണ്ട്, അതുപോലെ 10ാം ക്ലാസ്സിലെ മോള്. വാപ്പയാണെങ്കിൽ വെന്റിലേറ്ററിൽ ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ, എന്തോരു കണ്ണുനീരുള്ള കാഴ്ചയാണ്, എത്ര വേദനയുള്ള കാഴ്ചയാണ്. കുറഞ്ഞ നാളുകൾക്ക് മുമ്പ് ആ പിതാവും ലോകത്തോട് വിട പറഞ്ഞു പോയി. ചെറുപ്പത്തിൽ തന്നെ വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടു. ഉമ്മ മരിച്ചത് SSLC പരീക്ഷയുടെ അന്ന്. ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് ഉറപ്പുള്ള മോളാണ്. പക്ഷേ ആ പരീക്ഷയുടെ ദിവസം അല്ലാഹു ആ മാതാവിനെ തിരിച്ചു വിളിച്ചു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാര്, കൂട്ടുകാര്, കുട്ടികളോട്, മക്കളോട് എപ്പോഴാണ് അവര് നമ്മളെ വിട്ടുപോകുന്നത്? എപ്പോഴാണ് അവരുടെ നമ്മളോടുള്ള യാത്ര പറയുന്നത്? എപ്പോഴാണ് ഉമ്മ എന്ന് വിളിക്കുമ്പോ അത് കേൾക്കാൻ മറുതലക്കലി ആളില്ലാതായി പോകുന്നത്? വാപ്പാ എന്ന് വിളിക്കുമ്പോ എന്താ മോനെ എന്ന് ആ മറുഭാഗത്തുനിന്ന് വിളി കേൾക്കാതെ വാപ്പയും ഉമ്മയും ഓർമ്മയായി മാറുന്നത്. തറവാട്ടിലേക്ക് പോകുമ്പാട് അടുത്തേക്ക്, വാപ്പാന്റെ അടുത്തേക്ക് പോകുമ്പോ നമ്മളെ വിശേഷങ്ങൾ ചോദിച്ച് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് മൊത്തം നൽകി ദുആ ചെയ്ത് നമ്മളെ പൊന്നുപോലെ ചേർത്ത് പിടിക്കുന്നവർ ഇല്ലാതായി പോകുന്ന സന്ദർഭം. ആ സന്ദർഭം വരുന്നതിന് മുമ്പ്
അവർക്ക് സമാധാനം കൊടുത്തോ. ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെന്റുമ്മാന്റെ സ്വരമേ. ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെന്റെ ഉപ്പാന്റെ സ്വരമേ. അല്ലാഹുവേ, ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നീ സ്വർഗം നൽകണം റബ്ബേ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി വൈൻഡപ്പിയാണ്, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു ഈ പരിപാടി ഇവിടെ 22 കൊല്ലമായിട്ട് ആരൊക്കെയാണോ സംഘടിപ്പിക്കാൻ മുമ്പിൽ നിന്നത് അവർക്കൊക്കെയും അല്ലാഹു ആയുരാരോഗ്യം ആഫിയത്തും നൽകട്ടെ. ഒരുപാട് ക്ലാസ്സിൽ പോകുന്നതാണ്, 500-1000 പെണ്ണുങ്ങളെ കാണാറുണ്ട്. പക്ഷേ ആണുങ്ങൾ ഇത്രയും ആളുകൾ വരുന്നത് മിക്ക സ്ഥലത്തും ഇതുപോലെ ക്ലാസ്സിൽ വളരെ അപൂർവമാണ്. അത് ചാവക്കാട് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. ഞാൻ വളരെ കുറഞ്ഞ ആളുകളാണ് പ്രതീക്ഷിച്ചത്, കാരണം മഴയാണ്. മഴ സീസണിൽ നിങ്ങൾ എല്ലാവരും ഈ ഹോളം നിറയെ വന്നിരുന്നത് അതീവ സന്തോഷവും സമാധാനവും റാഹത്തും നൽകുന്ന കാര്യമാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും സന്തോഷത്തിലും പൊരുത്തത്തിലും അവനെ ഏറ്റവും സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുഹിബ്ബീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മുഹമ്മദ് അല്ലാഹുവേ, 22 കൊല്ലമായി നിന്റെ ദീന് പറയുന്ന ഒരു ക്ലാസ്സാണ്. അതൊരു സാധാരണ നമ്പറല്ല. പഠിച്ചോലെ, ആയിരക്കണക്കിന് മനുഷ്യന്മാർ പല സന്ദർഭങ്ങളിലായി ഒരുപാട് മനുഷ്യർക്ക് നിന്റെ ദീനെ പഠിപ്പിച്ചു കൊടുത്ത ഒരു തഖ്ദീസ് ചാവക്കാട് ഇസ്ലാമിക് സെന്റർ കീഴിലുള്ള ക്ലാസ് 22 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ പൊരുത്തപ്പെട്ടു എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്, അതിൻ്റെ ഒരു തെളിവാണ്. 22 കൊല്ലമായിട്ടും അത് ഒരിക്കലും നഷ്ടപ്പെടാതെ അത് മുന്നോട്ട് പോകുന്നു എന്നത്. പഠിച്ചോനെ, അത് മുഴുവനും നിന്റെ ദീൻ ഉദ്ദേശിച്ചാണ്. ഇതിലൂടെ ഒരു വരുമാന മാർഗമില്ല. നടത്തുന്നവർക്ക് കയ്യിൽ നമ്മോട് പൈസ പോകുന്നല്ലാതെ അവരാരും ഇതൊന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചതല്ല. അങ്ങനെ കിട്ടുന്ന ഒരു സംഭവമല്ല. പഠിച്ചോനെ, ഇതൊക്കെ വാടക കൊടുത്ത് വലിയൊരു നഗരത്തിൽ ഇങ്ങനെ നല്ലൊരു സ്വന്തമായ സംവിധാനം, സ്ഥിരം സംവിധാനം ഒരുക്കി വളരെ റാഹത്തോടുകൂടി വന്നിരുന്ന് നിന്റെ ദീന് കേൾക്കാൻ വലിയ വലിയ പണ്ഡിതന്മാരെയും അല്ലാത്തവരെയും ആലിമീങ്ങളെയും ഉലമാഇനെയും കൊണ്ടുവന്ന് ഈ മുഅ്മിനീങ്ങൾക്ക് സ്ഥിരമായി ക്ലാസ് കൊടുക്കുന്ന ഒരു വലിയ സംവിധാനമാണ്. നീ പൊരുത്തപ്പെട്ടത് കൊണ്ടാണ് പഠിച്ചോൻ 22 കൊല്ലം. ഒരുപാട് സ്ഥലത്ത് നമ്മളൊക്കെ ക്ലാസ്സിന് പോകുന്നതാണ്. 4 മാസം ഉണ്ടാവും, പിന്നെ പൂട്ടിപ്പോകും. ചിലയിടത്ത് 1 കൊല്ലം നിലനിൽക്കും, പിന്നെ അത് നടത്താനാളില്ലാതെ പിരിഞ്ഞു പോകും. ഇങ്ങനെ മിക്ക ഇടങ്ങളിലും നടക്കുമ്പോൾ 22 കൊല്ലമായിട്ടും മുഅ്മിനീങ്ങൾ അണമുറയാതെ വിജ്ഞാനത്തിന്റെ ദീനിന്റെ അണമുറയാത്ത പ്രവാഹമാണ്. അല്ലാഹു ഇഖ്ലാസ് ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനമാണ്. നീ കബൂലാക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. ഇതുകൊണ്ടൊക്കെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അന്തസ്സിൽ പുഞ്ചിരിച്ച് റാഹത്തോടുകൂടി അങ്ങ് സ്വർഗത്തൊക്കെ പോകാൻ ആ നീയത്ത് മാത്രമാണ് നീ അത് നടത്തി കൊടുക്കണേ റബ്ബേ. ഇവിടെ സ്ഥിരമായി ക്ലാസ്സിന് വരുന്ന പലരും രോഗികളാണ്. പഠിച്ചോനെ, നീ ശിഫ നൽകണേ അല്ലാഹ്. വളരെ വേദനയോടെ ക്ലാസ്സിൽ വരാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആ സങ്കടം മനസ്സിലുള്ള ഒത്തിരി പേരുണ്ട്. പഠിച്ച റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാഹ്. സ്ഥിരമായി ക്ലാസ്സിന് വരുന്ന പലരും രോഗികളുണ്ട്. അല്ലാഹുവേ, നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ടാണ് അവർക്ക് ദീനിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായത്. പഠിച്ചോനെ, അവരുടെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ അല്ലാഹ്. ഇവിടെയുള്ള ഒരു ഉപ്പ സ്വന്തം മകൻ മരിച്ചുപോയി എന്ന സങ്കടം പറഞ്ഞു. ഒരു മകൻ മരിച്ചു പോവാന്ന് പറഞ്ഞാൽ ഒരു വാപ്പാക്കും ഒരു ഉമ്മാക്കും അത് മനസ്സിന്റെ ഉള്ളിൽ സങ്കല്പിക്കാൻ സഹിക്കാൻ പറ്റാത്തതാണ്. പഠിച്ചോനെ, ആ ഉപ്പാക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാഹ്. ആ ക്ഷമയുടെ ഫലമായി നാളെ സ്വർഗം നൽകണേ അല്ലാഹ്. സ്ഥിരമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാള് മരണപ്പെട്ട മറ്റൊരു സഹോദരൻ, അല്ലാഹുവേ, അവരൊക്കെ ചീരണി ഇവിടേക്ക് കൊണ്ടുതരുന്നവരാണ്. ഇസ്ലാമിക് സെന്ററിന്റെ എന്ത് പരിപാടി പറഞ്ഞാലും ഓടിയെത്തുന്നവരാണ്, സഹകരിക്കുന്നവരാണ്, റമദാനിലുള്ള പ്രഭാഷണത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. പഠിച്ചോനെ, എല്ലാ മുഅ്മിനീങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണം അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും ഈമാൻ നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, മറ്റു ഉദ്ദേശങ്ങളില്ല, ലക്ഷ്യങ്ങളില്ല. നിന്റെ ദീന്, നിന്റെ ആഖിറം, നിന്റെ പരലോകം പഠിച്ചോനെ, അത് മാത്രമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കത് നൽകണേ അല്ലാഹ്. ക്യാൻസർ രോഗികളുടെ ശിഫ കൊടുക്കണേ അല്ലാഹ്.
പഠിച്ചോനെ ട്യൂമറും കിഡ്നി രോഗവും കാലുവേദന തലവേദന മൈഗ്രെയിൻ പല ജാതി രോഗങ്ങളുള്ളവരുണ്ട്. എല്ലാ രോഗങ്ങളുടെയും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും നീറ്റലുകളും എല്ലാം നിനക്കറിയുമല്ലോ. അല്ലാഹുവേ നീ ശിഫാ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്. പഠിച്ച റബ്ബേ ഇവിടെ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങൾ മുഹബ്ബീങ്ങൾ മുഖ്ലിസീങ്ങൾ അല്ലാഹുവേ നല്ല മനുഷ്യരാണ്, ഖൈർ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിൽ എപ്പോഴും ദീൻ നിലനിർത്തണേ അല്ലാഹ്. അഹ്ലു സുന്നയുടെ ആളുകളായി ഞങ്ങൾ എപ്പോഴും നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ആലിമീങ്ങൾ ഉസ്താദന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിതന്മാർ അഹ്ലു സുന്ന വൽ ജമാഅ അല്ലാഹു എല്ലാത്തിലും നീ ഖൈറും ഇസ്സത്തും സന്തോഷവും സമാധാനവും അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആലിമീങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്, സലാമത്തും ഇസ്സത്തും നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വഴിയിൽ ഉറച്ചു നിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ദീനിന്റെ യഥാർത്ഥത്തിൽ സുഫിയാക്കൾ അരിഫീങ്ങൾ ഔലിയാക്കൾ പഠിപ്പിച്ച വിശുദ്ധ ദീനിന്റെ വഴിയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്, നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. പടച്ചവനെ യുക്തിവാദം പ്രചരിക്കുന്ന കാലമാണ്, ദീനിന്റെ വഴിയിൽ നിന്ന് ഉറക്കാതെ മനസ്സ് മാറിപ്പോകുന്ന കാലമാണ്. ഞങ്ങളുടെ മക്കളെ നീ ദീനിന്റെ വഴിയിൽ ഉറപ്പിക്കണേ അല്ലാഹ്, ദീനിന്റെ വഴിയിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ മുന്നിട്ടിറങ്ങുന്നവർ, ഇവിടേക്ക് വരുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ അല്ലാഹുവേ നീ ഖൈറിലാക്കണേ അല്ലാഹ്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഓടി വരുന്ന ഉസ്താദന്മാരുണ്ട്. ഫാരിസ് ഉസ്താദിന്റെ കൂട്ടുകാരനാണ്. ഇവിടെ പരിപാടികൾക്ക് വരുന്ന പണ്ഡിതന്മാര് കബീർ ഉസ്താദ്, ആസിഫ് മാഫി ഉണ്ട്, ബിലാൽ ഉസ്താദിന്റെ ഒരുപാട് പണ്ഡിതന്മാർ, പേരറിയുന്നവര് പേരറിയാത്തവർ അല്ലാഹു ഇതിനെല്ലാം നല്ല പോലെ നേതൃത്വം കൊടുക്കുന്ന സലാമുക അല്ലാഹുവേ മറ്റു പേരറിയുന്നവരും അറിയാത്തവരും ഇവിടെ ഒരുമിച്ച് കൂടി ഉപ്പമാരും ഉമ്മമാരും റബ്ബേ എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. പഠിച്ച റബ്ബേ സലാമത്ത് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ സമസ്തയുടെ പ്രഗൽഭനായ നേതാവ് മഹാനായ ത്വാഖ ഉസ്താദ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. ദുആറക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. പഠിച്ചവനെ ഒരുപാട് കാലം ദീനീ ഖിദ്മത്ത് ചെയ്യാൻ ഉസ്താദിന് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ പല ആളുകളും ഖബറിലാണ്, ഉമ്മയും വാപ്പയും ഖബറിലാണ്. അവർക്കുള്ള ദുആയാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന് മുത്തനബി ഞങ്ങളോട് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണത്. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങളെ ഭക്ഷിപ്പിച്ച് ഞങ്ങളെ വളർത്തി വലുതാക്കി ഉമ്മ. അവരിൽ പലരും ദുനിയാവിന്റെ രസം കണ്ടിട്ടില്ല, ആനന്ദം അനുഭവിച്ചിട്ടില്ല. ഈ ഭൂമിയിലെ രസങ്ങളോ ആർഭാടമോ ആനന്ദമോ പലതും കാണാതെ കഷ്ടപ്പെട്ട് ജീവിച്ചു മരിച്ചു പോയ പലരുമുണ്ട്. പടച്ച റബ്ബേ സ്വർഗം നൽകണേ അല്ലാഹ്. കണ്ണു നിറഞ്ഞ് ഞങ്ങൾ അവർക്ക് ദ്വാരക്കാണ്. പഠിച്ച റബ്ബേ നീ സ്വർഗം നൽകണേ അല്ലാഹ്, സുവനം നൽകണേ അല്ലാഹ്. പഠിച്ചവനെ സുവനം നൽകണേ അല്ലാഹ്, സ്വർഗം കൊടുക്കണേ അല്ലാഹ്. വിശാലമായ റൂമിൽ ഏസിയിട്ടാണ് നിങ്ങൾ ഇരിക്കണത്, പച്ച മണ്ണിന്റെ ഉള്ളിൽ. അല്ലാഹുവേ കല്ലിട്ട് മൂടി, സ്ലാബ് ഇട്ട് മൂടി, മിസാങ്കല്ല് ചാർത്തിയിട്ട് ഞങ്ങളും മടങ്ങിപ്പോന്നതാണ്. പള്ളിക്കാട്ടിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആ മണിയറക്കത്ത് ഞങ്ങളുടെ വാപ്പയും ഉമ്മയും എങ്ങനെയാണ് അറിയൂല റബ്ബേ. വല്ല അദാബുകളും ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടെങ്കിൽ നീ പരിഹരിക്കണേ അല്ലാഹ്. സ്വർഗമാവണേ അല്ലാഹ്, ഖബർ വിശാലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നല്ല മക്കളാക്കണേ അല്ലാഹ്. അപ്പാനെ തല്ലുന്ന ഉമ്മാനെ തെറി പറയുന്ന അപ്പനെ ഉമ്മനെ വേദനിപ്പിക്കുന്ന നന്ദി കെട്ട മക്കളാക്കല്ല അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന വാപ്പാക്കും ഉമ്മാക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്.
അവരവിടെ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയ ആശ്വാസമാണ്. ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ബിസിനസ്സുകാരുണ്ട്, കച്ചവടക്കാരുണ്ട്, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങൾക്ക് വേണ്ടി വലിയ സേവനം ചെയ്യുന്നവരാണ്. പഠിച്ചോനെ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ മരിച്ചു പോയാൽ അപ്പോഴാണ് അവരുടെ വില മനസ്സിലാകുന്നത്. പഠിച്ചോനെ ഞങ്ങളുടെ മക്കളെ പ്രസവിച്ചത്, ഞങ്ങളുടെ കുടുംബം നല്ലപോലെ പോറ്റുന്നത്, ഞങ്ങളുടെ കുടുംബത്തെ നല്ലപോലെ നയിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിലെല്ലാം ചെയ്യുന്നത്, ഞങ്ങളുടെ വസ്ത്രം പോലും പലപ്പോഴും കഴുകി തരുന്നത്, സുഭിക്ഷമായ ഭക്ഷണം ഞങ്ങൾക്ക് ഒരുക്കി തരുന്നത്, രാവിലെ 8:30 മണിക്ക് തീമേശയിൽ ചെന്നാൽ നല്ല ചൂടുള്ള ഭക്ഷണം അതെവിടെന്നോ വന്ന് വീഴുന്നതല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ടവൾ ഉണ്ടാക്കുന്നതാണ്. അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. അവരുടെ കഷ്ടപ്പാട് ത്യാഗമാണ് കുടുംബത്തിന്റെ അത്താണി. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്, ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഖൈർ കൊടുക്കണേ അല്ലാഹ്. പഠിച്ച റബ്ബേ, ഒരു ദിവസം ഞങ്ങൾ മരിക്കുമല്ലോ, ഞങ്ങളെ വെള്ളം പുതയ്ക്കുമല്ലോ. പഠിച്ചോനെ, ജനങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുമല്ലോ, ഞങ്ങളെ കട്ടിലേക്ക് എടുക്കുമല്ലോ, ഞങ്ങൾ ആരോ വന്ന് കുളിപ്പിക്കുമല്ലോ, ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയി കിടത്തുമല്ലോ, ജനങ്ങളൊക്കെ ഞങ്ങൾക്കായി നമസ്കരിക്കുമല്ലോ, പച്ച മണ്ണിൽ ഞങ്ങളെ കിടത്തുമല്ലോ, കല്ലിട്ട് മൂടുമല്ലോ, ഞങ്ങളെ ശരീരത്തോട്ട് മണ്ണ് വാരി എറിയുമല്ലോ. അല്ലാഹുവേ, മണ്ണിട്ട് എല്ലാരും അങ്ങ് പോയാൽ പള്ളിക്കാട്ടിൽ ഞങ്ങൾ ഒറ്റക്കാകുമല്ലോ. ആദ്യത്തെ കുറച്ചു ദിവസം എല്ലാ കുടുംബക്കാരും കബറിന്റെ അടുത്ത് വരും, പക്ഷെ ആർക്കും ഞങ്ങളെ കാണാൻ പറ്റൂലല്ലോ. ഞങ്ങളുടെ പാമ്പുണ്ടോ, തേടുണ്ടോ, പുഴുക്കലുണ്ടോ, അതാബുണ്ടോ കാണില്ലല്ലോ. ഞങ്ങളെ ഖബർ വിശാലാക്കണം അല്ലാഹ്, ഖബർ വിശാലാക്കണം അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. വിശാലമായ ഖബർ ജീവിതം തരണേ അല്ലാഹ്. ശിക്ഷകളും തൊട്ട് കാക്കണേ അല്ലാഹ്. പരലോകം എളുപ്പാക്കണേ അല്ലാഹ്. അതിനാണ് ഈ കഷ്ടപ്പെടുന്നത്, അതിനാണ് സുബഹിക്ക് 4:45 വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഇവിടെ കൂടിയത്. പഠിച്ചോനെ, ആരെങ്കിലും ഒരാൾ നിന്റെ ഇൽമ് കേട്ട ഖൽബിൽ ഈമാൻ വന്നവൻ നാളെ ആഖിറത്തിൽ അതെങ്കിലും പറയാമല്ലോ. അതിനാണ് ഇത് സംഘടിപ്പിക്കുന്നവർ ഇത് സംഘടിപ്പിച്ചത്, ഇവിടെ വഅദ് പറയാൻ വരുന്നത്. പഠിച്ചോനെ, എല്ലാം നീ ഖബൂലാക്കണേ അല്ലാഹ്, നല്ല ഖൽബ് തരണേ അല്ലാഹ്. പിന്നതയും ഫിർഖത്തും അസൂയയും കിബറും ജാടയും ഞങ്ങളുടെ ഖൽബിൽ തരല്ല അല്ലാഹ്. സ്നേഹമുള്ള ഖൽബാക്കണേ അല്ലാഹ്. നാളെ നിന്റെ ഹബീബിന്റെ അടുത്തേക്ക് വരുമ്പോ മുത്തുനബിനെ കൈ പിടിക്കാൻ, ഹബീബിനോട് കഥ പറയാൻ, ആ ഹബീബിന്റെ പൂമേനി കണ്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് വഫാത്തിന്റെ മരണവേളയിലും ഉമ്മത്തി എന്ന് പറഞ്ഞ് കരഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഞങ്ങളുടെ ഹബീബ് ആ മുത്തുനബിയെ ഒന്ന് കാണാൻ, ആ ഹബീബിനോട് സലാം പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വർഗം തരണേ അല്ലാഹ്, കൂട്ടമായി തരണേ അല്ലാഹ്, കുടുംബത്തോടൊപ്പം സ്വർഗം തരണേ അല്ലാഹ്. നിങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. എല്ലാവരും നെറ്റിക്ക് ചൊല്ലും മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشر الكرم صل مولاي صل وسلم دائما أبدا على حبيبك خير
الحي كلهم بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.